Hello everyone, welcome to my channel. വളരെ വ്യത്യസ്തമായ രീതിയിൽ കാച്ചിയ മോര് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇന്ന് കാണിക്കണേ. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം ട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അരപ്പിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. 1/2 ലിറ്റർ തൈര്. ആദ്യം തന്നെ തൈര് ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരച്ചു വെച്ചേക്കണ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വേപ്പില ചേർക്കാം. ദാ ഇത്രയും വേപ്പില ചേർക്കണുണ്ടേ. ഇനി അതിലേക്ക് ഞാൻ കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് മതിയെങ്കിൽ പച്ചമുളക് ചേർക്കാം, എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരേ ഡയറക്ഷനിൽ മാത്രമേ ഇളക്കാവൂ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കേണ്ടി വരും. യോജിപ്പിച്ച് കൊടുത്ത എല്ലാം നല്ലോണം ഇതിൽ കിടന്ന് തന്നെ വേവണം. ഇപ്പോൾ നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ചൊന്ന് പതിയെ പൊങ്ങി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷവും നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് കടുകും ഉലുവയൊക്കെ താളിച്ചും കൂടി യോജിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണ ചൂടാവുമ്പോഴേക്കും 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് 1 ടീസ്പൂൺ കടുകും, കടുകെല്ലാം നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടൊന്ന് ചെറുതായി മാറിയ ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ആദ്യമേ തന്നെ മുളക് പൊടി ചേർക്കരുത്, മുളക് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് നമ്മുടെ മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മോര് കറി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ.